തൃപ്പൂണിത്തുറ ആത്മഹത്യ ചെയ്ത 10ാം ക്ലാസ്സുകാരൻ റാഗിംഗ് നേരിടേണ്ടി വന്നെന്ന പരാതി നൽകിയിട്ടില്ലെന്ന് സ്കൂൾ അധികൃതർ. സംഭവ ദിവസം മിഹിർ ബാസ്കറ്റ്ബോൾ ക്യാമ്പിൽ പങ്കെടുത്തിരുന്നു. തനിക്ക് ഇത്തരത്തിൽ റാഗിംഗ് നേരിട്ടിരുന്നു എന്ന് അധ്യാപകരോട് പോലും മിഹിർ പറഞ്ഞിട്ടില്ലെന്ന് സ്കൂൾ അധികൃതർ പറയുന്നു. തൃപ്പൂണിത്തുറ ഗ്ലോബൽ പബ്ലിക് സ്കൂളിൻ്റേതാണ് വിശദീകരണം. മിഹിറിന്റെ ആത്മഹത്യയിൽ കുട്ടിയുടെ കുടുംബം ഇതുവരെ റാഗിംഗ് പരാതി ഉന്നയിച്ചിട്ടില്ല. സമൂഹ മാധ്യമത്തിൽ സ്കൂളിനെതിരെ വ്യാജ പ്രചരണം നടക്കുന്നു. സംഭവ ദിവസം മിഹിർ ബാസ്കറ്റ്ബോൾ ക്യാമ്പിൽ പങ്കെടുത്തിരുന്നു. തനിക്ക് ഇത്തരത്തിൽ റാഗിംഗ് നേരിട്ടിരുന്നുവെന്ന് അധ്യാപകരോട് പോലും മിഹിർ പറഞ്ഞിട്ടില്ലെന്നാണ് സ്കൂൾ അധികൃതർ പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ പറയുന്നത്. പോലീസ് എത്തി സ്കൂളിലെ CCTV ദൃശ്യങ്ങൾ ശേഖരിച്ചിട്ടുണ്ട്. സ്കൂളിന് ഒന്നും മറച്ചുവെക്കാൻ ഇല്ലെന്നും അന്വേഷണത്തോട് പൂർണ്ണമായും സഹകരിക്കുമെന്നും ഗ്ലോബൽ പബ്ലിക് സ്കൂൾ അധികൃതർ അറിയിച്ചു. 15-കാരൻ മിഹിർ ഫ്ളാറ്റിൽ നിന്ന് ചാടി മരിച്ച സംഭവത്തിൽ പോലീസ് മേധാവിക്ക് കുട്ടിയുടെ അമ്മ പരാതി നൽകിയിരുന്നു. കുട്ടി സ്കൂളിൽ ക്രൂരമായ റാഗിങ്ങിന് ഇരയായതായാണ് പരാതിയിൽ പറയുന്നത്. സഹപാഠികളിൽ നിന്ന് ക്രൂരമായ പീഡനങ്ങളാണ് മിഹിർ ഏറ്റുവാങ്ങേണ്ടി വന്നതെന്നും പരാതിയിൽ പറയുന്നുണ്ട്. റാഗിങ്ങിനെ കുറിച്ച് സൂചിപ്പിക്കുന്ന ചാറ്റുകളുടെ സ്ക്രീൻഷോട്ട് അടക്കം പങ്കുവെച്ചുകൊണ്ടാണ് പരാതി നൽകിയത്. ഈ സ്ക്രീൻഷോട്ടുകൾ പോലീസ് പരിശോധിച്ചു വരികയാണ്. സ്കൂൾ അധികൃതരുടെ മൊഴിയും പോലീസ് ശേഖരിക്കും. ജനം, കൊച്ചി.